ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. വളരെ ചിലവ് കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പത്തിരിയും അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. തേങ്ങ ചേർക്കാത്ത ചട്നി ആയതുകൊണ്ട് ഒരാഴ്ച വരെ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ പത്തിരി ആണെങ്കിൽ വളരെ സോഫ്റ്റാണ്. ഇതിൽ തേങ്ങയോ എണ്ണയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ് ഇത്. ഈ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ചട്നി നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. ഓഫീസിലൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും നല്ലൊരു ചട്നിയാണിത്. അപ്പോൾ സുന്ദരിയായ ഈ പത്തിരിയും തേങ്ങ ചേർക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്നിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ നാടൻ പച്ചക്കറിയായ ചുരക്കയാണ് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് ചീവിയെടുക്കാം. പീലർ ഉപയോഗിക്കാതെ ഒരു കത്തി കൊണ്ട് നമുക്കൊന്ന് പതിയെ ഒന്നിങ്ങനെ വടിച്ചു കൊടുത്താൽ അതിൻ്റെ നേരിയതായിട്ടുള്ള തൊലി നമുക്ക് വിട്ട് കിട്ടും. പീലർ ഉപയോഗിച്ചാൽ ഇതിൻ്റെ വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഭാഗം മുഴുവനും പീല് ചെയ്യുമ്പോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് പതിയെ ഇങ്ങനെ ഒന്ന് ചീവി എടുത്താൽ മതിയാകും. കണ്ടോ, ഇതുപോലെ വളരെ നേരിയതായിട്ട് വളരെ കുറച്ച് തൊലിയേ പോവുള്ളൂ. ചുരക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ഈ തൊലിയോട് ചേർന്നുള്ള ഭാഗത്താണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ തൊലി ഇതുപോലെ വളരെ ലൈറ്റായിട്ട് ചീന്തി കളഞ്ഞാൽ മതിയാകും. നമുക്കിതിൻ്റെ രണ്ടറ്റവും ഒന്ന് മുറിച്ച് മാറ്റാം. നല്ല ഇളയ ചുരക്കയാണിത്. നമ്മൾ സാധാരണ തേങ്ങ അരച്ചൊക്കെയാണ് വെക്കാറ് ഈ ചുരക്ക. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളിത് ഗ്രേറ്റ് ചെയ്യണതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് ചവച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കയ്പുണ്ടെങ്കിൽ നമ്മളത് എടുക്കരുത്. നേരിയ കയ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കൂടുതൽ കയ്പുണ്ടെങ്കിൽ അതൊരു വിഷാംശമുള്ള ചുരക്കയായിരിക്കും. അപ്പോൾ നമുക്ക് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഛർദി, വയറുവേദന, വയറിളക്കമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കയ്പ് രസമുള്ള ചുരക്ക ഉപയോഗിക്കരുത്. ഈ ബാക്കിയുള്ള ഒരു കഷ്ണം നമുക്ക് ഉച്ചക്ക് തേങ്ങ അരച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഗ്രേറ്റ് ചെയ്ത ചുരക്ക നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. വലിയ തരം പച്ചമുളക് ഇതുപോലത്തെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കാൻ പറ്റും. എരിവ് വളരെ കുറവുള്ള പച്ചമുളകാണ്. നല്ല മണവുമാണ് ഈ പച്ചമുളകിന്. നമ്മൾ ഇതുപോലെ റൊട്ടിയും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പച്ചമുളക് ചേർത്താൽ വളരെ നല്ല സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പം ഞാനതുകൊണ്ട് 2 വലിയ പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എടുക്കരുത്, വളരെ കുറച്ചെടുത്താൽ മതിയാവും. ഒരെണ്ണോ വല്ലതും ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം സവാളയാണ്. സവാളയുടെ സ്മെല്ലും നമ്മൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ വളരെ നല്ലതാണ്. പത്തിരിയിൽ കിടന്ന് സവാള മുരിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ ഊത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള ചേർക്കാറില്ല. അതുപോലെ അണിയൻ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അതുകൊണ്ട് കുറച്ച് സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചീവിയ ചുരക്കയിൽ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. നല്ല ടൈറ്റായിട്ട് അമർത്തി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ചുരക്ക നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല അമർത്തി നല്ല ടൈറ്റായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെയധികം പോഷകസമൃദ്ധമായ ഒന്നാണ് ചുരക്ക. ചുരക്കയിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറക്കാൻ വളരെ നല്ലതാണ്. പിന്നെ നമ്മളുടെ ശരീരത്തിനെ തണുപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതിൽ ഒത്തിരി ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ വളരെ സുഗമമാക്കും. പിന്നെ ഇത് വളരെ കാലറി കുറഞ്ഞ ഒരു ഫുഡ് ഐറ്റം കൂടിയാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ചുരക്ക ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് പിഴിഞ്ഞ ആ ജ്യൂസ് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുതിർത്തിയ പച്ചരിയാണ്. ഞാൻ 4 മണിക്കൂർ കുതിർത്തിയ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചുരക്കയുടെ ജ്യൂസ് അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. ഇത് ഏകദേശം 3/4 കപ്പോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ജാറിലേക്ക് ചുരക്ക പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 25-30 ഗ്രാം അളവിൽ മധുരക്കപ്പ പുഴുങ്ങിയതാണ്. കാലറി വളരെ കുറവുള്ള ഒരു കിഴങ്ങാണ് ഇത്. തൊലി കളയാതെ വേണം നമ്മളിത് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ട് അരച്ചെടുക്കേണ്ടത്. മധുരക്കപ്പ ഷുഗർ ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. നമുക്ക് വേണമെങ്കിൽ രാത്രിയും ഭക്ഷണമായിട്ട് കഴിക്കാം. അപ്പോൾ കിഴങ്ങ് ചേർത്തതിന് ശേഷം ഞാൻ രണ്ടാമത് ഇത് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കൊഴുത്ത നല്ല ക്രീമി ആയിട്ടുള്ള ബാറ്ററാണ് നമ്മൾ മധുരക്കപ്പ പുഴുങ്ങിയത് ചേർത്ത് അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. കണ്ടോ, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും. ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. ജാറിനുള്ളിൽ അരച്ചെടുത്ത മാവ് നമ്മൾ സ്പൂൺ കൊണ്ട് മാക്സിമം വടിച്ച് ഇതിലേക്ക് ചേർക്കുക. നമുക്ക് എന്നിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചുറ്റിച്ച് ചേർക്കാം. അത് നമുക്ക് അവസാനം ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചുരക്കയിൽ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുത്തത്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള പച്ചമുളക് കിട്ടിയില്ലെങ്കിൽ സാധാരണ എരിവുള്ള പച്ചമുളക് തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ അരിയെല്ലാം കളഞ്ഞതിന് ശേഷം റണ്ണിങ് ടാപ്പിൽ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കഴുകുക അതിൻ്റെ ഉള്ളു ഭാഗം. അപ്പോൾ എരിവ് ഒക്കെ പോയി കിട്ടും. ഏകദേശം എരിവെല്ലാം തന്നെ പോകും. അതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ നല്ല പച്ചമുളകിൻ്റെ ടേസ്റ്റും കിട്ടും. ഇപ്പം നമ്മളിത് കുഴച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ പോരായ്മയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളുടെ സുന്ദരിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങയില്ലാത്ത ചട്നി ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഞാനൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്തിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് ഒരു 5-6 കശുവണ്ടിയും കൂടി ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മുരിയൊന്നും വേണ്ട, ഒന്ന് ചൂടായാലും മതി. ഇതിലേക്കൊരു 4-5 വറ്റൽമുളക് ചേർക്കാം. ഞാനൊരു 5 വറ്റൽമുളക് നാടൻ മുളകാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് എരിവുണ്ടാകും. എരിവ് കുറവുള്ളവർ കാശ്മീരി വറ്റൽമുളക് ചേർത്താൽ മതിയാകും. ഇതിലേക്കൊരു വലിയ സവാള വലുതായി കട്ട് ചെയ്ത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വലിയ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം. ഇതിനിടയ്ക്ക് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച വലിയ പച്ചമുളക് നെടുവേ പിളർന്ന് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. 2 എണ്ണം ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഈ ചട്നിക്ക്. ഇതുപോലെയുള്ള പച്ചമുളക് കിട്ടുകയാണെങ്കിൽ മാത്രം ഇത്രയും പച്ചമുളക് ചേർത്താൽ മതി. അല്ലെങ്കിൽ എരിവുള്ള പച്ചമുളക് 1 എണ്ണം ചേർത്താൽ മതിയാകും. സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിൻ്റെ നടുവിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള വാളൻപുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഉരുള വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളിക്കുള്ള വാളൻപുളി ചേർക്കുക. ഈ പുളി ഒന്ന് ചൂടാവുന്നത് വരെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം എണ്ണ ചേർക്കാട്ടോ ഈ സമയത്ത്. അതിൻ്റെ ആവശ്യമില്ല, പുളി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർക്കണമെന്നുള്ളവർക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ. ഞാനത് ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാത്ത ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചീത്താവാതെ ഇരിക്കുകയും ചെയ്യും. തേങ്ങ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ ആ ചട്നി ഉപയോഗിച്ച് തീർക്കണം.
അല്ലെങ്കിൽ അത് ചീത്തായി പോവും. ഇനി ഇതിലേക്ക് ഒരു 5-6 പച്ച വേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തേങ്ങയില്ലാത്ത ചട്നിയുടെ മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ അത് നല്ലതുപോലെ തണുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്നിക്ക് തയ്യാറാക്കിയ മസാല ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരക്കാം, അല്ലെങ്കിൽ അല്പം വെള്ളം ചേർത്ത് അരക്കാം. ഞാനിതൊട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി ആ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളക് കീറി ചേർക്കുക. കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ചട്നിക്കുള്ള അരപ്പ് നമ്മൾ നേരത്തെ അരച്ചത് ഇതിലേക്ക് ചേർക്കാം. ജാറ് ചുറ്റിച്ച് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം വീണ്ടും ചേർത്ത് നീട്ടിയെടുക്കാം. നിങ്ങൾക്ക് എന്തുമാത്രം ഇത് നീട്ടിയെടുക്കണോ അത്രയും നീട്ടിയെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്തത് നല്ലതുപോലെ ഈ അരപ്പുമായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അരപ്പ് തിളക്കുമ്പോഴേക്കും നമുക്ക് പോരാത്ത വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഞാനതുകൊണ്ട് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്നിക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മധുരമൊന്നും ഉണ്ടാകില്ല, പക്ഷേ ചട്നി വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളും ഇതുപോലെ അല്പം പഞ്ചസാര ചേർത്ത് നോക്കൂ. ചട്നിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ചട്നി നല്ലതുപോലെ തിളക്കുന്നുണ്ട്. തേങ്ങയില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സുന്ദരി പത്തിരി റെഡിയാക്കി എടുക്കാം. ദോശത്തവ ചൂടാക്കി അതിലേക്കൊന്ന് എണ്ണ തടവിയെടുക്കാം. അതിനുശേഷം പത്തിരിയുടെ ബാറ്ററി ഒന്ന് കുറേശ്ശെ എടുത്ത് വളരെ പതിയെ ഒന്ന് പരത്തി കൊടുക്കാം. മുകൾ ഭാഗം നല്ല ലെവലാകുന്ന തരത്തിൽ സ്പൂൺ കൊണ്ട് പതിയെ പതിയെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് പരത്തിയാൽ ഈ പാനിൽ നിന്ന് വിട്ടുപോരും. ലോ ഫ്ലെയിമിൽ വേണം ഈ ബാറ്റർ ഒഴിച്ച് പരത്തി കൊടുക്കാൻ. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷവും ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തി അരികൊക്കെ കൂട്ടി യോജിപ്പിച്ച് നല്ല ഷേപ്പ് വരുത്തിയതിന് ശേഷം മൂടി വെച്ച് വീണ്ടും സ്റ്റൗ തെളിച്ച് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഇതിലേക്ക് എണ്ണ ഒന്നും ചേർക്കാറില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എണ്ണ ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചേർത്താൽ കുറച്ചുകൂടി സോഫ്റ്റ് ആകും. അല്ലെങ്കിൽ തന്നെ ഇത് നല്ല സോഫ്റ്റാണ്, പിന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. 3 മിനിറ്റിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല സുന്ദരി പത്തിരിയല്ലേ കാണാനായിട്ട്? എന്തൊരു ഭംഗിയാണ്. കണ്ടോ, നമ്മൾ വേറെ ഒരു ഐറ്റം ചേർത്തില്ല. ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കുമ്പോൾ പല കളറായി പോവും. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഭംഗി. നല്ല സുന്ദരി പത്തിരിയായിട്ടിരിപ്പുണ്ട്. പത്തിരി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പാൻകേക്ക് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. ഇത് നമ്മൾ ചുരക്ക കൊണ്ടുള്ള പാൻകേക്കാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. അരികൊക്കെ നല്ല ഷേപ്പ് വരുത്തിയിട്ട് മൂടി വെച്ച് 3 മിനിറ്റ് വേവിക്കുക. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും 3 മിനിറ്റ് വേവിക്കുക. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി റെഡിയാകും. കണ്ടോ, ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആകും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പത്തിരിയാണിത്. വളരെ ഹെൽത്തിയുമാണ്, പോഷക സമൃദ്ധമായ ഒരു പത്തിരിയാണിത്. കാണാനും ഭംഗിയാണ്.
കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കിയിരിക്കുന്ന ചട്നി വളരെ ടേസ്റ്റിയാണ്. തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചട്നിയാണ്. ഈ പാൻകേക്കിലും നമ്മൾ എണ്ണയോ അതുപോലെ തേങ്ങയോ ചേർത്തിട്ടില്ല. ചട്നിയിലും തേങ്ങ ചേർക്കാത്തതാണ്. അപ്പോൾ രണ്ടും വളരെ ഹെൽത്തിയാണ്. നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്കും ഇതുപോലുള്ള മീലുണ്ടാക്കി കഴിക്കാം. കാലറി വളരെ കുറവുള്ള ചേരുവകളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡിന്നറായിട്ടും ഈ പാൻകേക്കും ചട്നിയും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്